എല്ലാവർക്കും. സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു കാർ വാഷിന് പോവാം. വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ പോവാം. ഇന്ന് കാർ വാഷിന് പോകുന്ന കൂടെ തന്നെ ഇവിടെയുള്ള ഒരു കാർ വാഷിന്റെ സെറ്റപ്പ് എന്താണെന്നും അതുപോലെ തന്നെ അതിവിടെ ഒരു ബിസിനസ് മോഡല്ല ഇവിടുത്തെ കാർ വാഷ് എന്ന് പറയുന്നത്. കാരണം പണ്ടല്ല, ഒരു കാലം മുമ്പ് വരെയും കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ വരുന്ന, ഞാൻ കേട്ടിട്ടുള്ള വരുന്ന ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ കാർ വാഷ് ആയിരുന്നു. കാർ വാഷ് ഇട്ടാൽ ഗ്യാരണ്ടി റിട്ടേൺ ആണ് ഇവിടെ. കാരണം ഇവിടെ അതുപോലെ വണ്ടികളുണ്ട്, അതൊരു കാര്യം. പിന്നെ വീട്ടിലൊന്നും ആരും കഴുകി അങ്ങനെ മെനക്കെടാറില്ല. അപ്പം ഇവിടെ കാർ വാഷ് ഭയങ്കര വലിയൊരു ബിസിനസ് മോഡലാണ്. ഇപ്പം അതിന് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ ഈ കാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ. പണ്ടൊരു ഇൻഡിവിജ്വൽ കാർ വാഷ് സെന്റർ ആയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസി ഓഫ് കാർ വാഷ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം എടുത്തേക്കുന്ന കാർ വാഷ്, ഞാനിപ്പോൾ എടുത്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കാലിബർ കാർ വാഷ് എന്ന് പറയുന്ന ഒരു കാർ വാഷ് കമ്പനിയുടെയാണ്. അതുപോലെ തന്നെ വേറെ ഉണ്ട്, സോപ്പി എന്ന് പറയുന്നുണ്ട്, വൈറ്റ് വാഷ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഫ്രാഞ്ചൈസികളുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇതെടുത്തെന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ, ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതലുള്ളത് ഈ കാലിബർ എന്ന് പറയുന്ന കാർ വാഷ് കമ്പനിയാണ്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു യാത്രയുടെ ഇടയിൽ കുറെ പൊടി പറ്റി എവിടെയെങ്കിലും ഈ കാലിബറിന്റെ കാർ വാഷ് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഡ്രൈവ് ത്രൂ കയറി ഇറങ്ങി വാഷ് ചെയ്ത് ഇറങ്ങി വരാം. അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം ഇവിടുത്തെ കാർ വാഷ് എങ്ങനെയാണെന്നും എത്ര ഈസിയാണ് കാർ വാഷ് ചെയ്യാനെന്നും ഉള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെ ഐഡിയാസ് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരിക. ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് നമ്മുടെ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഇവിടുത്തെ ആ ഒരു ബിസിനസ് മോഡൽ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇവിടുത്തെ കാർ വാഷ് കാണിക്കേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും എല്ലാവരും കാണുന്നു, എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇതെങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ, ഇതെങ്ങനെയാണ് ഇതിന്റെ പേയ്മെന്റ് പ്ലാന്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് കവർ ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ആർക്കെങ്കിലും ഉപകാരം ആകുന്നെങ്കിൽ ആകട്ടെ. ഇതിപ്പോ ഞങ്ങള് കാർ വാഷിന്റെ ലൈനിലെത്തി. ഇതിപ്പോ മെമ്പേഴ്സിന് മാത്രമുള്ളൊരു ഫാസ്റ്റ് പാസ് ലൈനാണ്. മറ്റേടത്ത് നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പൈസ കൊടുത്ത് ഒരു പ്രാവശ്യമായിട്ട് ചെയ്യിക്കാം. പക്ഷെ ഇത് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഇതുവഴി കയറാം. ഈ സ്റ്റിക്കർ കാണുന്നുണ്ടല്ലോ, ഈ സ്റ്റിക്കറാണ് ഈ മെമ്പർഷിപ്പിന്റെ ഇത്. അപ്പൊ ഈ സ്റ്റിക്കർ ഉള്ളവർക്ക് ഇതുവഴി കയറിപ്പോവാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള, പേ ചെയ്യാനുള്ള കിയോസ്കും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഉള്ളവരെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള കിയോസ്ക് ഇതാണ്. ഞാനിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ പോവാ. ഞങ്ങളിപ്പം മെമ്പർഷിപ്പിന്റെ പാസ് എല്ലാം കഴിഞ്ഞു, തന്നെ സ്കാൻ ചെയ്തു, അത് ഓപ്പൺ ആയി. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകും. അതേ വണ്ടി ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ടോ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ വണ്ടി. നമുക്കിവിടെ കാണാം ഈ വണ്ടിയെ കയറ്റി വിടുന്നതും ഇതിന്റെ പ്രൈമറി കോട്ടിംഗ് ഒക്കെ ഇടുന്നതും എല്ലാം ഒരൊറ്റ സ്റ്റാഫാണ്. ഞങ്ങളിപ്പോൾ കയറി, ഞങ്ങളുടെ ഇപ്പോൾ ലൈനിലേക്ക് കയറി. ന്യൂട്രൽ ഇടണം. ന്യൂട്രൽ ഇട്ടിട്ട് സ്റ്റിയറിംഗിൽ പിടിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇരുന്നോണം. സ്റ്റിയറിംഗിൽ പിടിക്കാൻ പാടില്ല. അതുപോലെ ഒരു ന്യൂട്രൽ വിട്ട് ഇരുന്നോണം. ഗിയർ ഇടാൻ പാടില്ല. വിൻഡോ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് കാണാം.
ഇതിനകത്ത് ഈ പ്രോസസ്സ് ചെയ്യുമ്പം നല്ല സൗണ്ട് ഉണ്ട് ഇതിനകത്ത്. പിള്ളേരൊക്കെ പേടിച്ച് വരണ്ടായിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ യൂസ്ഡ് ആയതും കൊണ്ട് അത്ര പേടിയില്ല, എങ്കിലും നല്ല സൗണ്ട് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിന്റെ ആ സിഗ്നല് ലൈറ്റ് കത്തി കാണിക്കും. ഇതിപ്പോ എന്താ കറന്റ് ചെയ്യുന്നത്, സിറാമിക് കോട്ടിംഗ് ആണോ ചെയ്യുന്നത്, ഡാഷ് ലൈൻ ആണോ എന്നുള്ള സൈഡിൽ അവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് അവസാനം ആ ഗോ സിഗ്നൽ കത്തുമ്പോൾ നമുക്ക് ഗിയറിലിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റേഷനിലേക്കാണ്. ഇതാണ് ഈ കാർ വാഷിന്റെ സെക്കൻഡ് സ്റ്റേജ്. സ്റ്റേഷനിലിട്ട് നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറിലും ഒന്ന് തൂക്കാനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേഷനിൽ പോയി ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പാർക്ക് ചെയ്യും. വണ്ടി നോക്കുകയാണെങ്കിൽ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. ഒരു മാർക്കിംഗ് പോലും ഇല്ല. ഫുള്ള് നല്ല വെട്ടിക്കെട്ടായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം പോലും ടവൽ വെച്ച് ഒപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ തരുന്നത് വാക്യൂമാണ്. നമുക്ക് ഓരോ സ്റ്റേഷൻ്റെ രണ്ട് സൈഡിലും വാക്യൂമിൻ്റെ ഒരു ഒരു ഹോസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അകത്തുള്ള പൊടിയൊക്കെ നമുക്ക് വാക്യൂം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ടവൽസും ഉണ്ട്. നല്ല ടവലും ടവല് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇടാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് റാക്ക് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ എയർ ബ്ലോവർ ആണ്. നമുക്ക് പൊടിയൊക്കെ എൻജിൻ റൂമിലെ പൊടി നമുക്ക് പറത്തി കളയണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഈ സ്റ്റേഷന്റെ ഫുൾ വ്യൂ. വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ കാർപ്പറ്റ് ക്ലീനർ. നമുക്ക് നമ്മുടെ മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് താഴെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമുക്ക് എയർ പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേഷനും ഉണ്ട്. അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എയർ പമ്പ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് മോഡലിനെ പറ്റിയാണ്. ഇവിടുത്തെ കാർ വാഷിന്റെ ബിസിനസ് മോഡലിനെ പറ്റിയാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഫൂട്ടേജ് ഒന്നുമില്ല. അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് കണ്ട ഈ കാർ വാഷ് മോഡൽ എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് കാറുകൾക്കും ട്രക്കുകൾക്കും, ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്കപ്പ് വാനില്ല, ഈ സൂസുവിന്റെ ഡിമാക്സ് പോലത്തെ കൂട്ട്, അങ്ങനത്തെ വണ്ടി ധാരാളം ഉണ്ട്. അപ്പം അങ്ങനത്തെ അങ്ങനത്തെ വണ്ടികൾ വരെ ആണ് ഈ കാർ വാഷിൽ കയറാൻ പറ്റുന്നത്. അല്ലാതെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ട്രക്കുകൾ, വലിയ നമ്മുടെ 407 ആ മോഡൽ വണ്ടികൾ, അതൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേറെ കാർ വാഷ് ട്രക്ക് യാർഡുകളുണ്ട്. ഈ ട്രക്ക് യാർഡിൽ അവർക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളവും അതുപോലെ തന്നെ സോപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സിസ്റ്റം
അവിടെ ഓൾറെഡി ഉണ്ടാകും. മാനുവലായിട്ട് ചെയ്യണം. കാരണം ഈ ചെളിയും മണ്ണും ഒക്കെ പറ്റിയിരിക്കുന്നത് ഈ ഓട്ടോമാറ്റഡ് കാർ വാഷ് വെച്ച് ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ വാഹനം ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ മാനുവലി ചെയ്തേ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഈ ട്രക്കിന് വേണ്ടിയുള്ള യാർഡും അതിന്റെ അപ്പുറത്ത് കാണും. അവിടെ ഇതുപോലെ പൈപ്പും കാര്യങ്ങളും നമ്മുടെ ജെറ്റ് സ്പ്രേ ഒക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആയിട്ട് കാണും. പക്ഷെ അതിന് വലിയ ഏരിയ വേണം. ടൗണിന്റെ അകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കാറിന്റെ ഒക്കെ കാർ വാഷിനെ പറ്റിയാണ്. കൂടെ മാനുവലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുമാണ്. ഇവിടെ കാർ വാഷ് സെന്ററിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് കാർ വാഷ് സിസ്റ്റം. അതെന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ മുഴുവൻ ക്ലീൻ ചെയ്ത് തരും. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നല്ല 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 വെടിക്കെട്ടായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഈ കോർണേഴ്സ് ചില അകത്തോട്ട് കയറിയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എത്താത്തത്. അത് നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യണം. ബാക്കിയൊക്കെ അത് നല്ല വെടിക്കെട്ടായിട്ട് ക്ലീൻ ചെയ്ത് തരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പാർട്ടിക്ക് പോവാ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാ, എനിക്ക് ഈ കാർ വാഷിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണ്ട. ഞാൻ നേരെ കയറി നമ്മൾക്കിട്ട് ആദ്യത്തെ യൂണിറ്റിൽ കൂടെ കയറി എനിക്ക് ഇറങ്ങിയൊക്കെ പോവാം. എന്റെ വണ്ടി പുറമേ നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ അകം കൂടെ വൃത്തിയാക്കണമെങ്കിലാണ് സൈഡിലുള്ള സ്റ്റേഷൻസ്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 10-30 സ്റ്റേഷൻസ് ഉണ്ട്. 2 സൈഡിലും കൂടെ ചേർത്ത് 15 വെച്ച് 30 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് വണ്ടി അതിനകത്ത് കയറ്റിയിട്ട് അവിടെ വാക്യൂം ചെയ്യാം. അവിടെ മറ്റേ എയർ പമ്പ് ചെയ്ത് പൊടിയൊക്കെ അടിച്ച് പറത്തി കളയാം. അവിടെ തന്നെ ക്ലീനിങ് സാധനങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ യൂണിറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് കാർ വാഷ് സിസ്റ്റം. അവിടെ പല ഫെസിലിറ്റീസ് ഉണ്ട്. ആഹ് ഉം നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് തരാൻ പറ്റുന്ന കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാം എന്താണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ള സൈഡിൽ ലൈറ്റ് കത്തിച്ച് കാണിക്കും. ടയർ വാഷ് ചെയ്യുമ്പോൾ ടയർ വാഷ് എന്ന് പറഞ്ഞ് ലൈറ്റ് കത്തും. ഇപ്പം സിറാമിക് കോട്ടിംഗ് ആണ് സിറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ് ലൈറ്റ് കത്തും. അപ്പം ഇവർ പല ആഡ് ഓൺസ് ആണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി. ഇത് എത്ര ആഡ് ഓൺസ് ഉണ്ടോ അതിനനുസരിച്ച് ഈ ലെങ്തും കൂടും. ഈ നമ്മൾ കയറി ഇറങ്ങുന്നതിന്റെ ലെങ്തും കൂടും. അപ്പം ഇവിടെ ഞാൻ ഈ പോകുന്ന കാലിബർ എന്ന് പറഞ്ഞ കാർ വാഷിൽ 3 പ്ലാനാണ് ഉള്ളത്. ഒന്ന് ബേസിക് വാഷ്, 2 സിറാമിക് പ്ലസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ, 3 എന്ന് പറഞ്ഞാൽ സിറാമിക് പ്ലസ്, റസ്റ്റ് കൺട്രോൾ, അങ്ങനെ കുറെ പ്ലസുകൾ ഇട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പം ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് നോർമൽ കാർ വാഷിന് എവിടെ എല്ലായിടത്തും ഇവിടെ എല്ലാ കാർ വാഷ് സെന്ററിലും ഇതുപോലെയാണ്. ബേസിക് കാർ വാഷിന് $10 ഒരു പ്രാവശ്യം വാഷ് ചെയ്യുന്നതിന്. അടുത്ത ലെവൽ വരുമ്പോൾ $20 വരും. ചിലത് 10-15 ആവും, 20-25 ആവും. എങ്കിലും ഒരു ആവറേജ് പറയുന്നത് $20 ആവും. പിന്നെ ഏറ്റവും വലിയ റസ്റ്റ് കൺട്രോള്, അടിവശം ഒക്കെ കോട്ടിംഗ് ഉള്ള അങ്ങനത്തെ കാർ വാഷ് ആണെങ്കിൽ $30 വരും. അപ്പോൾ 10, 20, 30 എന്നുള്ള കാറ്റഗറി ഇവിടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമങ്ങളിലൊക്കെ 300 രൂപ തൊട്ട് ഒരു കാറിന് 300 രൂപ തൊട്ട് നമുക്ക് ടൗണിലൊക്കെ പോകുമ്പോഴത്തേക്ക് 500-700 രൂപയാവും. നമുക്കൊരു 300, 400, 500 ഈ 10, 20, 30 എന്നുള്ളത് നമുക്ക് ഏകദേശം അതുപോലെ നമുക്ക് ടാഗ് ചെയ്യാം. അപ്പം അങ്ങനെ 3 പ്ലാനാണ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ടാമത്തെ പ്ലാൻ സിറാമിക് പ്ലസ്. അതിനകത്ത് വരുന്ന ഒരു സിറാമിക് കോട്ടിംഗ് വരും, ടയർ ഷൈൻ വരും, ടയർ വൃത്തിയാക്കി തരും. പിന്നെ അങ്ങനത്തെ 1-2 ആഡ് ഓൺസ് ചേർത്തുള്ളതാണ് ഈ രണ്ടാമത്തെ പ്ലാൻ. അപ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഓട്ടോമാറ്റിക് കാർ വാഷ് സിസ്റ്റം എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം അതിനകത്ത് നമുക്ക് ആഡ് ഓൺസ് അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്യണം. അത് വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാനുവൽ വാഷ് അല്ല, ക്ലീനിങ്ങിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. അവിടെ സ്റ്റേഷൻസ് ആയിട്ട് വരും. സ്റ്റേഷൻസിന്റെ ഒരു സെക്ഷനാണ് രണ്ടാമത് വരുന്നത്. അതിന് നമ്മൾക്ക് എത്ര സ്റ്റേഷൻ വേണോ അതിനനുസരിച്ച് നമ്മുടെ ലാൻഡ് അതുപോലെ വേണം. ഇവിടെ ഇപ്പം 30 സ്റ്റേഷനാണ് ഉള്ളത്. ഇത് ഇവിടെ ഒരു ആവറേജ് കാർ വാഷ് സെന്ററിന്റെ ഒരു സൈസാണ്. മിക്കയിടത്തും 10ഉം 20ഉം ഒക്കെ ഉള്ളത് തൊട്ട് വലിയ കാർ വാഷ് സെന്റർ വരെ ഉണ്ട്. അപ്പം സ്റ്റേഷൻ എത്ര വേണോ അതിനനുസരിച്ച് നമ്മുടെ ലാൻഡ് അനുസരിച്ച് നമുക്ക് സ്റ്റേഷൻസും വെക്കാം. സ്റ്റേഷന് വലിയ സ്ഥലമൊന്നും വേണ്ട. ഒരു വണ്ടി കിടക്കാനുള്ള പ്ലസ് നമുക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലവും കൂടെ മതി. അത്രയും വീതിയുള്ളൂ. പാർക്കിംഗ് ലോട്ട് പ്ലസ് ഒരു ആൾക്കാർക്ക് നിൽക്കാനുള്ള ഒരു ഏരിയ, അത്ര വീതി മതി ഒരു കാറിന്, ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അല്ല വലിയ സ്ഥലമൊന്നും സ്റ്റേഷന് വേണ്ട. നമ്മൾ വണ്ടി കയറ്റി ഇടുന്നു, ഈ വാക്യത്തിന്റെ പൈപ്പും എയറിന്റെ പൈപ്പും എല്ലാം സൈഡിൽ വെക്കുന്നു. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യാം. അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. പിന്നെ വരുന്നത് പിന്നെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പരിപാടികൾ. ഒന്ന് ഇപ്പൊ കണ്ട പോലെ കാർപ്പറ്റ് ക്ലീനിങ്. കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു 2 കൗണ്ടർ കിയോസ്ക് പോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എയർ അടിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. എയർ അടിക്കാൻ വേണ്ടി അതെല്ലാം ഫ്രീയാ. ഈ നമ്മൾ ഈ ഓട്ടോമേറ്റഡ് കാർ വാഷിന്റെ ആ സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ വന്നെടുക്കാം. എന്നാൽ ഞാൻ കരുതുന്നു, ഞാൻ പോയിട്ടില്ല, പക്ഷെ അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് കയറി ആ സ്റ്റേഷനിൽ കയറി നമുക്ക് അകമൊക്കെ വാക്യൂം ചെയ്യുകയും എയർ അടിക്കുകയും ഒക്കെ ചെയ്യാം. അത് ഫ്രീ ആണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ക്ലീനിങ്ങിന്റെ ടവൽ ഉണ്ടാവും, ക്ലീനിങ് ചെയ്യാനുള്ള ലോഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതൊന്നും ഇതിനകത്ത് പ്ലാൻ എടുക്കുക ഒന്നും വേണ്ട. നമുക്ക് ചുമ്മാ വണ്ടിയും കൊണ്ട് പോയി അത് നമുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും.
അതിനകത്ത് അവർക്ക് വലിയ ചിലവൊന്നുമില്ല. ഈ ഫുൾ ടൈം ഈ 24 അവേഴ്സ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ വാക്യൂം ചെയ്യുന്നത്, എയറിന്റെ സാധനമൊക്കെ 24 അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്തോട്ട് കുടൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും, നമ്മൾ എടുക്കുമ്പോൾ ഓൺ ആവും എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ. 2 സെക്ഷനായിട്ട് വരും. ഒന്ന് ഓട്ടോമാറ്റിക് കാർ വാഷിന്റെയും 2 സ്റ്റേഷൻസിന്റെ പ്ലസ് ആക്സസറീസ്. ആക്സസറീസ് അല്ല, ചെറിയ പരിപാടി, എയർ അടിക്കുന്ന പോലത്തെ പരിപാടി. ഇത്ര ഇൻഫ്രാസ്ട്രക്ചറാണ് വരുന്നത്. അപ്പം ഇവർക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ വരുമാനം കിട്ടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് വരുമാനമൊന്നുമില്ല. അവിടെ ചെലവേ ഉള്ളൂ. ടൗല് ക്ലീൻ ചെയ്ത് വെക്കണം, പിന്നെ മറ്റേ നമ്മുടെ സ്പ്രേ ഒക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. പക്ഷെ അതൊക്കെ നിസ്സാര ചിലവാണ്, വലിയ വിലയുള്ള സാധനമൊന്നുമല്ല. എല്ലാം ചീപ്പ് സാധനങ്ങൾ ഇവർ വെക്കുന്നത് ഈ ക്ലീനിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളത്. ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ലേബർ കോസ്റ്റ്. ഇത്ര വണ്ടികൾ ഇപ്പൊ ഞാൻ പോയി വന്ന ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്കറിയത്തില്ല, ഒരു സ്റ്റേഷനിൽ തന്നെ എല്ലാ സ്റ്റേഷനും ഫുള്ളായിരുന്നു. വന്ന് പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടി. കുറെ വണ്ടികൾ ധാരാളം ഡയറക്റ്റ് വന്ന് ഇറങ്ങി പോകുന്നു, കയറി ഔട്ട്ഡോർ മാത്രം വാഷ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നു. ഞാൻ നിന്ന് അരമണിക്കൂർ കൊണ്ട് ഒരു 100 വണ്ടിയെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കി, ഇത്രയധികം വണ്ടി വന്നിട്ട് ഇത്രയധികം വണ്ടി പോയിട്ടും അവിടെ 2 പേരെ അവിടെ ലേബറായിട്ടുള്ളൂ. ലേബർ കോസ്റ്റ് കൊടുത്തുകൊണ്ട് 2 ജോലിക്കാരെ അവിടെ ഉള്ളൂ. അവിടെ ഇവർക്ക് ഭയങ്കര ലാഭം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കാർ വാഷുകളൊക്കെ ഞാൻ എൻ്റെ നാട്ടിലും ഒക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരു കാർ വാഷില് ഒരു ജോലിക്കാരനും കാണും. പുള്ളി ഓടി നടന്ന് ഈ വണ്ടി വാഷ് ചെയ്യും. ഞാനൊരു വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വണ്ടി കൊടുത്തിട്ട് ഞാന് കൂട്ടുകാരനെ കൊണ്ട് സ്കൂട്ടറെ തിരിച്ച് വീട്ടിൽ വരണം. എന്നിട്ട് ഒരു സമയം പറയും, 3, 4 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പിന്നെ സ്കൂട്ടറിൽ പോയിട്ട് വണ്ടി എടുത്തോണ്ട് വരണം. അല്ലാത്തത് ഉണ്ടാവും, ടൗണിലും സിറ്റീസിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി എല്ലായിടത്തും മാനുവലി വാഷ് ചെയ്യുക. ഓരോരുത്തരും നിന്ന് വാഷ് ചെയ്ത് നമുക്ക് ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ആ 3 അല്ല, ഒരു വണ്ടി 1 മണിക്കൂർ വാഷ് ചെയ്യണം. ഈ 1 മണിക്കൂർ കൊണ്ട് ആകെ കിട്ടുന്നത് ഈ 300 500 രൂപയാ. അല്ലെങ്കിൽ അടുത്ത വണ്ടി വാഷ് ചെയ്യാൻ ഒരു ലേബറും കൂടെ വേണം, ഒരാളും കൂടെ വേണം. അപ്പം നമുക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കുറവാ. നമ്മുടെ ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു വണ്ടിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന പൈസ ഇത്രയാ. ഇവിടെ അരമണിക്കൂർ കൊണ്ട് ഒരു 10, 100 വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ, ഇന്നിപ്പം കുറച്ച് തിരക്കുള്ള ദിവസമാ, എങ്കിൽ പോലും ഈ അരമണിക്കൂർ കൊണ്ട് വരുന്ന റിട്ടേൺ ആണ് ആലോചിച്ച് നോക്കി എത്രയാന്നുള്ളത്. ഏറ്റവും ചെറിയ പ്ലാന്റ് $10 ആണെങ്കിൽ പോലും $1000 ആ ഒരു അരമണിക്കൂർ കൊണ്ട് അവർ ഒപ്പിച്ചിട്ടുണ്ട്. ലേബർ കോസ്റ്റ് ഒക്കെ പോട്ടെ, മണിക്കൂറിന് 15 ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്ന പിള്ളേരായിരിക്കും. അതൊക്കെ നെഗ്ലിജിബിൾ ആയിട്ട് മാറും. ഈ കൊടുക്കുന്ന സ്പ്രേയും ടൗലും ഒക്കെ ഒന്നും ഇല്ലാതായി പോകും ഈ റിട്ടേൺ വരുമ്പോൾ. അപ്പം അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഭയങ്കര, ഈ ഓട്ടോമേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുന്ന റിട്ടേൺ വളരെ കൂടുതലാ. ആലോചിച്ച് നോക്കണം. അത് ഒരു ബെനിഫിറ്റ്, ലേബർ കുറയ്ക്കാന്നുള്ളത്. രണ്ടാമത് ഇവരുടെ പ്ലാനുകൾ. ഇവരുടെ പ്ലാന്റെ സ്ട്രക്ചർ ഞാൻ മനസ്സിലാക്കിയത്, ഓരോ പ്രാവശ്യവും പൈസ കൊടുത്ത് നമുക്ക് അടിക്കാം. ഇപ്പൊ ഞാൻ ചെന്നിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ചെന്നു 20യുടെ പ്ലാൻ എടുത്ത് ഞാൻ പോയി ക്ലീൻ ചെയ്ത് വന്നു, അല്ലെങ്കിൽ 30യുടെ പ്ലാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ 10ന്റെ പ്ലാൻ എടുത്ത് തിരിച്ചു വന്നു. ഇതല്ലാതെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്. വീക്ക്ലി അല്ല, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഒരു മന്തിലേക്ക് എനിക്കൊരു പ്ലാൻ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന സെക്കൻഡ് ലെവലാ, സിറാമിക് കോട്ടിംഗ് ഉള്ള ലെവലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും $20 ആണ് വരുന്നത് ഒരു പ്രാവശ്യം ചെയ്യാനായിട്ട്. പക്ഷെ അവരിതെനിക്ക് $35, ഏകദേശം $35 എനിക്കൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ തന്നു. എന്നിട്ട് എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പോയി ക്ലീൻ ചെയ്യാം. എന്നുവെച്ചാൽ ഞാൻ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം മുഴുവൻ ക്ലീൻ ചെയ്യാം, എത്ര വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു വണ്ടി കച്ചവടമുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് ധാരാളം വണ്ടികളുണ്ട്. ഞാൻ വെറുതെ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന പൈസ കൊണ്ട് എനിക്ക് ഒരു മാസം മുഴുവൻ എത്ര അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ ആഴ്ചയും വേണം, എല്ലാ ദിവസവും പോയി ക്ലീൻ ചെയ്യാം. അപ്പൊ അത് ഭയങ്കര ലാഭം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കും. ഞാൻ കാണിച്ച സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കറാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഓട്ടോമാറ്റിക്കലി കയറി, ഒരാൾ പോലും വേണ്ട, തന്നെ നമുക്ക് എൻട്രി വരും, നമുക്ക് കയറി ഇറങ്ങി വരാം. അപ്പം അപ്പം അങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ മോഡലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കവിടെ ഏറ്റവും കൂടുതൽ ലാഭം വരുന്ന ഈ പിക്കപ്പ് വാന്, അതുപോലെ മണ്ണെടുക്കുന്ന വണ്ടികൾ, ഇങ്ങനത്തെ വണ്ടികളൊക്കെ എന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അതിനുവേണ്ടി ഇവർ ചെയ്തേക്കുന്നത് സൈഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ട്രക്കുകൾക്കും അങ്ങനത്തെ വലിയ ട്രക്കുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റേഷൻ സെപ്പറേറ്റ് ഉണ്ട്. അത് കുറച്ച് വലിയ വലിയ സ്റ്റേഷൻസാണ്. കാരണം ട്രക്ക് കയറ്റിയിടാനുള്ള, അതിന് ഇത്ര സ്റ്റേഷൻസിന്റെ ആവശ്യമില്ല. ഒരു 2 സ്റ്റേഷനോ ഒക്കെ മതി, 2, 3 സ്റ്റേഷനോ ഒക്കെ മതി. അത് പക്ഷെ മാനുവലാ. എങ്കിൽ അവിടെ വേറെ ആരും നമ്മൾ ചെയ്യേണ്ടെന്ന്. ഇങ്ങനത്തെ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ക്ലീനർ അസൈൻഡ് ആയിരിക്കും. അപ്പം ഓട്ടോമേറ്റഡ് ആയിട്ടോ മറ്റുള്ളവരോ പോയി ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫെസിലിറ്റി കിട്ടിയാൽ മതി. ആ ഫെസിലിറ്റി കിട്ടിയാൽ ആ ഡ്രൈവറോ ക്ലീനറോ അതെല്ലാം ക്ലീൻ ചെയ്തോളും. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പോയി നമ്മൾ ചെയ്യും, ഇല്ലേ? അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി വെച്ചുള്ള ഒരു ട്രക്ക് സ്റ്റേഷനാണ്
ഇതിന്റെ സൈഡിലായിട്ട് മിക്കയിടത്തുള്ളത്. അപ്പം എനിക്കൊരു വലിയൊരു ട്രക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നാട്ടിലൊരു ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 407 ഉണ്ട്. ഞാൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറ്റി വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോയി ഈ ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ച് തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലത് നേരെ ഈ സ്റ്റേഷനിലോട്ട് കയറ്റുക. എല്ലാ സിസ്റ്റവും സൈഡിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്താന്ന് വെച്ചാൽ എടുക്കുക, സോപ്പിന്റെ സിസ്റ്റം, വാട്ടർ ഗണ്ണ് എല്ലാം ഉണ്ട്. നമ്മൾ അടിച്ച് വൃത്തിയാക്കി നിമിഷ നേരം കൊണ്ട് പരിപാടി റെഡിയാക്കി. സെറ്റപ്പ് ഒന്നും ചെയ്യണ്ട. നമ്മൾ വീട്ടിൽ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും കറണ്ട് കുത്തണം, നമ്മൾ എടുക്കണം, ഓസ് വലിക്കണം, ഇതൊന്നും വേണ്ട. ഇത് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ഹാങ് ചെയ്ത് കിടക്കുക. നമ്മൾ എടുക്കുക, ക്ലീൻ ചെയ്യുക, കൊണ്ടുപോവുക. അപ്പം അതിന് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ കൂടുതലായിരിക്കും. സ്റ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ടായിരിക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ ഈ കാർ വാഷിന്റെ ഒരു ബിസിനസ് മോഡൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തുനിന്ന് ഹെൽപ്പ് ആർക്കെങ്കിലും ഈ ഫീൽഡിലുള്ളവർക്കൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിട്ട് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കാർ വാഷ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കുറെ ഇങ്ങനത്തെ ഫ്രാഞ്ചൈസികൾ വന്ന് എടുത്തെങ്കിലും ഒരു കാലം വരെ ഇവിടുത്തെ ഇൻഡിവിജ്വൽസ് കുറച്ച് പൈസ കൈ കിട്ടിയ ഉടനെ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഈ കാർ വാഷ് സെന്റർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമില്ല, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ്. ഒന്നെങ്കിൽ കാർ വാഷ്, അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറ്, ഇത് രണ്ടും അല്ലെങ്കിൽ റിയൽറ്റർ, സ്ഥലക്കച്ചവടം എന്ന് പറഞ്ഞ് അതാണ് ഇവിടുത്തെ ഒരു ലൈന്. അപ്പം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ സന്തോഷം. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ഇട്ടാൽ മതി. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിലും, എന്തുതരം മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, എന്താണ് ഈ ആഡ് ഓൺസ് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നും ഒക്കെ അറിയണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ആ ഡീറ്റെയിൽസ് ഞാൻ സന്തോഷപൂർവ്വം ഞാൻ തരാം കേട്ടോ. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഇതൊന്ന് ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സിറ്റിയുടെ ഔട്ടറിൽ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു ഗ്രാമത്തിലൊന്നും ഇത് തുടങ്ങിയാൽ അത്ര ഹിറ്റ് ആവത്തില്ല. പക്ഷെ ഒരു സിറ്റിയുടെ ഔട്ടറിലൊക്കെ ആണെങ്കിൽ സ്ഥലമുള്ളവർക്ക്, സ്ഥലമില്ല ലീസിനാണെങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് മുടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വരും. ഇത്ര ഈസി ആയിട്ട് ഇങ്ങനെ പ്ലാനൊക്കെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് വരും. ഞാനൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നാട്ടിൽ വെച്ച് ഒരു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഞാനത് എടുക്കാൻ പോകണം, കൊടുക്കാൻ പോകണം, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യണം, ഭയങ്കര താമസമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഓട്ടോമാറ്റിക് കാർ വാഷ് സിസ്റ്റം. ഞാൻ 1-2-3 സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആകെ മറ്റേ ആ ബ്രഷിന്റെ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആകെ ഒരു മൈക്രോ ഫൈബറിന്റെ ഒരു ബ്രഷ് മാത്രമേ ഉള്ളൂ. അത് വെക്കുമ്പോഴത്തേക്ക് ഒരിടത്തും ഒന്നും പിടിക്കത്തില്ല, പലയിടത്തും ചെളി തന്നെ പിന്നെയും ഇരിക്കും. ഈ വര പോലെ ചെളി കിടക്കും. ഞാൻ പോയിട്ടുള്ളിടത്തല്ലേ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ നാട്ടില്. അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ നമ്മൾ പിന്നെയും ക്ലീൻ ചെയ്യണം, ഇരട്ടി പണിയാണ്. അത് അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല സ്ഥലത്ത്, പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് പക്ക റിട്ടേൺ അത് തന്നെ. അതുപോലെ നമുക്ക് നാട്ടിൽ ഇതിന്റെ കൂടെ തുടങ്ങാൻ പറ്റിയ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു സ്റ്റോർ, ആ സ്റ്റോറിനകത്ത് ആക്സസറീസ് കൊടുക്കുന്ന പെർഫ്യൂംസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാറിന്റെ ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ. ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കാര്യം, വലിയ ഷോപ്പല്ല. ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടവൽസ്, മൈക്രോ ഫൈബർ ക്ലോത്ത്സ്, അതൊക്കെ നമുക്ക് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പും കൂടെ, വലിയ സെറ്റപ്പ് അല്ലാതെ ഒരു ഷോപ്പും കൂടെ നമുക്ക് തുടങ്ങാം. അത് വലിയ സെറ്റപ്പ് അല്ലാതെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിന്റെ ഈ കാർ വാഷിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേണെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊന്നും വലിയ ലാഭം കിട്ടുന്നില്ല. അതാ ഇവിടെ അത് തുടങ്ങാത്ത കാരണം. ഒരു ഷോപ്പ് വേണം, ഷോപ്പിനകത്തൊരു സ്റ്റാഫ് വേണം, ഇൻവെന്ററി മാനേജ് ചെയ്യാൻ ആൾ വേണം. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഇവിടെ ആണെങ്കിൽ ഒരു ഷോപ്പ് ചുമ്മാ തുടങ്ങാൻ പറ്റത്തില്ല. അതിന് ചുറ്റും AD ആക്സസിബിലിറ്റി, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള റാമ്പൊക്കെ വേണം. അങ്ങനെ കുറെ മെനക്കേടാ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കാർ വാഷിന്റെ റിട്ടേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വലിയ ഒരു ലാഭവും കിട്ടത്തില്ല ഇവിടെ. കാരണം കാർ വാഷിന്റെ റിട്ടേൺ അത്രയ്ക്ക് ഹ്യൂജ് ആണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇതിനുവേണ്ടി വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാറിന്റെ അക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വലിയ സ്റ്റോറുകൾ, ഫ്രാഞ്ചൈസീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ അത് പ്രാവർത്തികമല്ല. നാട്ടിൽ ഇങ്ങനെ ചെറിയൊരു ഷോപ്പ് ഇടുന്നതിൽ തെറ്റില്ല. അതിനകത്തുനിന്ന് ചെറിയ വരുമാനമൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ കാർ വാഷ് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ഇന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു. അത് പുറമെ കുറേ നാളായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ടൈം കൂടുതലെടുത്ത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.